വെൽക്കം ബാക്ക് ടു ജെയിൻജേസ് വ്ലോഗ്സ്. അപ്പം ജെയിൻജേസ് വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നലെ ട്രെയിനിൽ നിന്ന് കയറിയിട്ട് ഇന്നിപ്പം നാഗൂർ ഇറങ്ങാൻ പോവുകയാണ്. എറണാകുളം ടു നാഗൂർ പാർട്ട് 3 ആണ് ഗൈസ്. എല്ലാവരും കാണണം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇനി നാഗൂർ ഇറങ്ങിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാൻ പോവാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് നാഗൂർ പള്ളിയിൽ നിന്ന് കഴിച്ച് നമ്മൾ തിരുവനന്തപുരം ഇറങ്ങും. അപ്പം ഇനിയിപ്പം അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ട് കാണാം. അപ്പം നമ്മൾ കുളിച്ച് നേരെ പള്ളിക്കകത്തോട്ട് കയറുകയാണ്. പള്ളിയുടെ എൻട്രൻസ് ആണിത്. കയറി അകത്തോട്ട് കയറി നമസ്കാരവും കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്നതായിരിക്കും. ഇതിനകത്തോട്ട് കയറി നാഗൂർ പള്ളിയാണിത്. മെയിൻ ഭാഗത്തോട്ട് ചെല്ലുന്നത്. ഇവിടെ കബറുകൾ കിടക്കുന്നു. ഇവിടെ കുറേ കബറുകൾ കിടപ്പുണ്ട്. 2 സൈഡിലായിട്ട് കബറുകളുണ്ട്. നമ്മൾ നിസ്കരിക്കാനായിട്ട് പോവുകയാണ്. നിസ്കരിക്കുന്ന ഒരു ഭാഗത്തോട്ടുള്ള നിസ്കാരമുറിയുടെ ആ ഒരു ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. കുറേ പ്രാവുകളൊക്കെ اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا ومولانا محمد وعلى آل سيدنا ومولانا محمد. ഇവിടെയാണ് നമ്മൾ നിസ്കരിക്കുന്നത്. അപ്പം നിസ്കാരം കഴിഞ്ഞിട്ട് കാണാം. നാഗൂർപള്ളിയുടെ അകമാണിത്. മേൽഭാഗമാണിത്. ഇത് ദർഗയാണ് പള്ളിയുടെ. ഇത് പള്ളിക്കകത്ത് പ്രാവിന് ഫുഡ് ചെയ്യുന്ന സീനാണ്. നാഗൂർ പള്ളിക്ക് നടുക്ക്. അപ്പോൾ ഗൈസ് നമ്മൾ നിസ്കരിച്ചിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടായിരിക്കും നമ്മളിനി പോകാൻ പോകുന്നത്. ഗൈസ് പള്ളിയുടെ ഇവിടെ നിന്നാണ് ആൾക്കാർ റൂം എടുക്കാതെ വിശ്രമിക്കുന്ന സ്ഥലം. ഈ ഒരു ഭാഗത്ത് ഇവിടെ എല്ലാം വന്ന് വിശ്രമിക്കും. ഇവിടെ മൊത്തം ആൾക്കാരാണ്. അപ്പോൾ നാഗൂറാണ്ടയുടെ വാഴിയുടെ കവറാണിത്. ഇതിൻ്റെ അകത്താണ്. അപ്പം ഗൈസ് ഇത് ശ്രീലങ്കയിൽ നിന്ന് കടലിൽ കൂടെ ഈ നാടിനെ നല്ലതിന് വേണ്ടി ഇവിടെ വന്ന ഒരു കപ്പലാണിത്. മുങ്ങിപ്പോകാതെ ഇവിടെ ചെറിയൊരു കപ്പലാണിത്. വളരെ ചെറുതാണിത്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഗൈസ്. നാഗൂറാണ്ടവൻ്റെ കാല് പതിഞ്ഞ സ്ഥലം കാണിക്കാൻ പോവാണ്. അതൊട്ട് കയറി ചെല്ലാം. ഇതിൻ്റെ അകത്താണ്. അതാണ് കാല്. ഇതാണ് കാല്.
ഇവിടെ ചെറിയ ചെറിയ ടോയ് കച്ചവടക്കാരുണ്ട് ഗൈസ്. ഇവിടെ മൊത്തം അത് തന്നെയാണ് ഗൈസ് പള്ളിക്കകത്ത്. ടോയ്സ് മാത്രമല്ല, ചട്ടി, പിന്നെ ഓരോ അലുമിനിയം സാധനങ്ങളോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തോട്ടുണ്ട്. ഗൈസ് ഇവിടെ നാട്ടിൽ അപേക്ഷിച്ച് ഇവിടെ ഭയങ്കര വില കൂടുതലാണ് ഗൈസ്. പിന്നെ ഇവിടെ മൊത്തം കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് സമയമില്ല, വേറെ സ്ഥലത്തോട്ട് പോകാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കാണിക്കാം. ഗൈസ് ഇവിടെ മൊത്തം തുണിക്കച്ചവടക്കാരും ഉണ്ട് ഒരുപാട്. അത് പള്ളിക്ക് വെളിയിലാണ്. എല്ലാം നല്ല വിലയാണ് ഗൈസ്. ഫുട്പാത്തി മുഴുവനും തുണിക്കച്ചവടക്കാരാണ്. ഇവിടെ നിന്ന് മേടിക്കല്ലേ, ഫുൾ വില കൂടുതലാണ് ഗൈസ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ആ ഒരു പള്ളിയിലോട്ട്. ഇവിടെ എല്ലാം കൂടുതൽ ഇങ്ങനത്തെ വണ്ടികളാണ് ഗൈസ്. മുണ്ടിരുന്നു നമ്മളെ കടയിലൊക്കെ 100 രൂപ കൊടുക്കുന്ന കരി ഇവിടെ 150 രൂപയാണ് ഗൈസ്. എന്ത് വില കൂടുതലാണ് ഗൈസ് ഇവിടെ. പാപ്പായും അനിയനോടെ നിൽപ്പുണ്ട്. ഒരു ഓട്ടോ പിടിക്കാൻ പോയതാണ്. വേഗം തന്നെ നമുക്ക് ആ പള്ളിയിൽ പോയിട്ട് വന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകണം. നല്ല ട്രെയിൻ കിട്ടത്തുള്ളൂ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ പള്ളി. ഇതാണ്ട് അകത്തോട്ട് കയറുവാണ്. സമയമില്ല ഗൈസ്. വേഗം കയറിയിട്ട് വേഗം ഇതാവണം. പള്ളിക്കകത്തോട്ട് പൈസ പോകും. അത് കയറാൻ പറ്റില്ല. ഞാൻ നല്ല ക്ലിയർ ആയിട്ട് കാണിച്ചു. ഇതാണ് പള്ളിയിലെ ഫുൾ വിഷ്വൽ. ഫ്രണ്ടിൽ നിന്നുള്ള വിഷ്വലാണ്, ബാക്കിൽ നിന്നുള്ള വിഷ്വലൊന്നും എടുക്കാൻ പറ്റത്തില്ല ഗൈസ്. നമുക്ക് വേഗം പോകേണ്ടതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം നമുക്ക് വേഗം ചെന്നില്ലെങ്കിൽ ട്രെയിൻ മിസ്സാവും. ഇത് നാഗൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറുന്ന എൻട്രൻസ് ആണിത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുവാണ്. അപ്പോൾ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ റെയിൽവേയുടെ അകത്തോട്ട് കയറുവാണ്. ഇതാണ് റെയിൽവേയുടെ ഒരു ഭാഗം. നമ്മൾ നമ്മളിപ്പോൾ ഇങ്ങനെയാണ്. നമ്മളിവിടെയും ടിക്കറ്റ് എടുത്തിട്ട് കാണാം. ഇത് ചെറിയൊരു സ്റ്റേഷനാണ്. ട്രെയിൻ വരാൻ വേണ്ടി നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇനി ട്രെയിൻ വന്നാലേ നമുക്ക് പോകാൻ പറ്റൂ. നമ്മൾ നാഗൂർ ഇവിടെ നിന്ന് നേരെ തിരുപ്പൂരിലോട്ടേ പോകുന്നത്. രാത്രി ഒരു 12 മണിയാവും. അപ്പോൾ ഇനിയിപ്പം ട്രെയിനിൽ വന്നിട്ട് കാണാം. നമ്മൾ ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് കാണാം. ഇതേയുള്ള നമ്മൾ എന്തൊടിയാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ബൈ ബൈ.